பேச்சலாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. ഈശ്വര, അതെങ്ങാനും അവൾ അറിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അങ്ങനെയൊന്നും സംഭവിക്കല്ലേ. കാർത്തി, എന്താ എന്തോ വലിയ ആലോചനയില്ലാ തോന്നുന്നല്ലോ. എന്ത് പറ്റി? ഒന്നുമില്ല, ഞാനിങ്ങനെ ചുമ്മാ ഓരോന്നാലോചിച്ചിരിക്കുമായിരുന്നു. ഇപ്പൊ നിനക്ക് 7th month കഴിഞ്ഞില്ലേ? ഇനി 2-3 മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബേബി വരും. അതേപ്പറ്റി ഇങ്ങനെ ഓരോന്നാലോചിച്ചതാ. മനസ്സിലായി. എന്നേക്കാളേറെ എക്സൈറ്റ്മെന്റ് ആണ് കാർത്തിക് അല്ലേ? പിന്നല്ലാതെ, അത് എന്റെ കൊച്ചല്ലേ. എന്റെ കുഞ്ഞിനെ കാണാൻ എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലാതിരിക്കും? അതെ, തന്റെ മാത്രം കുഞ്ഞൊന്നുമല്ല, എന്റെ കൂടെ കുഞ്ഞാ. അതുകൊണ്ട് തന്റേത് മാത്രമെന്ന് പറയണ്ട കേട്ടോ. ഉവ്വേ, കേട്ടു. നമ്മുടെ കുഞ്ഞ് പോരെ. പിന്നെ ഇന്ന് ഈവനിങ് പപ്പയും അമ്മയും വരുന്നുണ്ട്. ആണോ? എന്താ പെട്ടെന്ന്? ഒന്നുമില്ല, 2-3 ദിവസമായി എനിക്ക് അവരെ ഒന്ന് കാണാൻ ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞതാ, സോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അത് ശരി. നിനക്ക് അവരെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ കൊണ്ടുപോയില്ലേ? അതൊക്കെ എനിക്കറിയാം. അവിടെ ചെന്നാ എനിക്ക് അവരെ കണ്ടാൽ മാത്രം പോരാ, കുറച്ച് ദിവസം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് അവര് സ്റ്റേ ചെയ്യാനാ വരുന്നേ. അത് ശരി. നിന്റെ തീരുമാനം എന്തായാലും നന്നായി. അവരിവിടെ സ്റ്റേ ചെയ്യുന്ന തന്നെയാ നല്ലത്. ഏതായാലും നിന്നെ ഞാൻ അങ്ങോട്ട് വിടില്ല. അതെനിക്ക് അറിയാവുന്നോണ്ട് തന്നെയാ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. പിന്നെ എനിക്കും അവിടെ പോയി നിൽക്കാൻ താല്പര്യമില്ല. അവരിങ്ങോട്ട് വന്നോട്ടേന്ന് കരുതി. അതെന്താ നിനക്ക് അവിടെ പോയി നിൽക്കാൻ താല്പര്യമില്ലാത്തെ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? പറ. അതിപ്പോ ഞാൻ എന്ത് പറയാനാ കാർത്തി? എനിക്കിപ്പോ ഇവിടെ അല്ലാതെ വേറെ എവിടെ ചെന്നാലും ഉറക്കം വരില്ല, അതാ. ഓഹോ, അങ്ങനെയാണോ? അതെന്താ നിനക്ക് വേറെ എവിടെയും ചെന്നാ ഉറക്കം കിട്ടാതെ? എന്താ നീ ഒന്നും മിണ്ടാത്തെ അഞ്ജു? എന്തായാലും അവര് കറക്റ്റ് സമയത്താ വരുന്നേ. അവര് വരുന്നതുകൊണ്ട് എനിക്ക് ഉപകാരമേ ഉള്ളൂ. 2 ദിവസം ഞാനിവിടെ കാണില്ല, അവരിവിടെ കാണുമല്ലോ. എവിടെ പോന്നു? എന്നിട്ട് എന്നോടെന്താ മുന്നേ പറയാഞ്ഞേ? എവിടെ പോന്നു ചോദിച്ചാ, പ്രോഗ്രാം ബേസ് ചെയ്തൊരു സ്ഥലം വരെ പോകാനുണ്ട്. പിന്നെ നിന്നോട് പറയാൻ ഞാൻ വിട്ടുപോയതാ. എന്തായാലും അവര് വരുന്നുണ്ടല്ലോ, അപ്പൊ ഇവിടെ ആളായല്ലോ. പോണോന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ പോണോന്ന് വല്ല ആവശ്യമൊന്നുമില്ല. പിന്നെ അങ്കിൾ ആന്റി വരുന്നതല്ലേ, അപ്പോ നിങ്ങൾക്കൊരു പ്രൈവസി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ പോവാന്ന് വിചാരിച്ചേ. വാട്ട്? ഞങ്ങൾക്ക് എന്ത് പ്രൈവസി? കാർത്തി എന്തൊക്കെയാ പറയുന്നേ? ഇപ്പോ ഈ ഫാമിലിയില് കാർത്തി ഇൻക്ലൂഡ് അല്ലേ? ആയിരോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അഞ്ജു. പിന്നെ അവര് വരുന്നോണ്ട് ഞാൻ പോയേക്കാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അതെന്തിനാ? അതാ ഞാൻ ചോദിക്കുന്നേ. അവര് വരുന്നോണ്ടാണ് കാർത്തി പോകുന്നതെങ്കിൽ ഞാൻ അവരോട് വരണ്ടെന്ന് പറയും. ഏയ് നോ നോ അഞ്ജു, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവര് വന്നോട്ടെ. Then don't go. വാട്ട് ഈസ് ദിസ് അഞ്ജു? ഇത് ജസ്റ്റ് 2 days കാര്യല്ലേ ഉള്ളൂ. കാർത്തി അവിടെ പോകേണ്ട ആവശ്യമില്ലാന്നും കാർത്തി പറഞ്ഞില്ലേ, പിന്നെന്തിനാ വെറുതെ പോകുന്നേ? ഓക്കെ, ബട്ട് ഞാനിപ്പോ അവിടെ പോയാൽ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്, പോവണ്ട, അത്ര തന്നെ. അർജന്റ് ഒന്നും അല്ലല്ലോ, പിന്നെന്തിനാ? ഐശ്വരി, വിടമാട്ടെ. നീ എന്നെ ഇങ്ങിരുന്ന് പോക വിടമാട്ടെ. ആക്ച്വലി ഞാനിപ്പോ പോയാൽ എന്താ പ്രശ്നം അഞ്ജു? ഇവിടെ എന്തായാലും ആന്റിയോ അങ്കിളോ ഒക്കെ ഉണ്ടല്ലോ. എന്ത് തനിക്ക് മനസ്സിലാവാത്തതാണോ? എനിക്ക് താനില്ലാതെ എങ്ങനെയാ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുക? എനിക്കത് പറ്റില്ല, അത് അറിയാവുന്നതല്ലേ. എന്നിട്ടും പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? ഇത് കേൾക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞു. എന്താ? ഇത് കേൾക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞേന്ന്, അല്ലാണ്ട് ഞാൻ എവിടെയും പോകുന്നൊന്നുമില്ല. യോ, തന്നെ ഞാൻ
എനിക്കറിയാലോ നിനക്ക് ഞാനില്ലാത്ത ഒരു ദിവസം പോലും പറ്റില്ലാന്ന്. അതുകൊണ്ടാ നീ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി നിൽക്കാത്തതൊന്നും അറിയാം. അറിയാലോ, പിന്നെന്തിനാ എന്നെ ഇട്ട് വട്ടാക്കിയേ? ചുമ്മാ ഒരു രസം. നിനക്ക് ഞാനില്ലാതെ പറ്റില്ലാന്ന് നീ പറയുന്നത് കേൾക്കാൻ ഒരു കൊതി, അതുകൊണ്ടാ. അതെ, എനിക്കെന്തോ നല്ല തലവേദന. എന്തെങ്കിലും ജ്യൂസ് കൊണ്ടുവരോ? അതിനെന്താടോ, ഞാനിപ്പോ കൊണ്ടുവരാം, നീ ഇവിടെ ഇരിക്ക. മോളെ അഞ്ജു, നിനക്കിപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇനി എന്നാ വരാൻ പറഞ്ഞേ? ഇല്ലമ്മ, ഇപ്പൊ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇനി അടുത്ത മാസം ചെക്കപ്പിന് പോണം. ഇപ്പൊ മോക്ക് 7th മന്ത് കഴിഞ്ഞില്ലേ? ഇനി 2-3 മാസം കൂടി അല്ലേ? അതെ പപ്പ. നിങ്ങള് കുറച്ചു ദിവസം ഇവിടെ നിക്കില്ലേ? പിന്നെ അതിനല്ലേ ഞങ്ങള് വന്നേ. ആ മോനെ കാർത്തി, നിന്റെ പ്രോഗ്രാമും വർക്കൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നു അങ്കിൾ. മോൻക്ക് ഈ ബിസിനസ് ഫീൽഡിലോട്ടൊന്നും താല്പര്യമില്ല തോന്നുന്നു അല്ലേ? ടു ബി ഓണസ്റ്റ്, എനിക്ക് ബിസിനസ്സിനോടൊന്നും വലിയ താല്പര്യമില്ല അങ്കിൾ. അതേപ്പറ്റി അറിയാനും ശ്രമിച്ചിട്ടില്ല. വീട്ടിൽ അമ്മ എപ്പോഴും എന്നോട് ഇതേ ചൊല്ലി വഴക്കാം, ഞാൻ ഈ പാട്ടും കൂത്തുമായിട്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇതാ എനിക്ക് താല്പര്യം. എൻ്റെ പാഷനും ഇതാണ്, സിംഗിങ്, കമ്പോസിങ്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് എപ്പോഴും എന്നോട് വഴക്കിടുന്നത്. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതും നമ്മൾ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്യുന്ന ഫീൽഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണ് അല്ലേ? അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആര് പറയുന്നു മൈൻഡ് ചെയ്യാത്തത്. ദാറ്റ്സ് ഗുഡ്. ഇതിൽ ഞാൻ മോൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. കീപ് ഗോയിങ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. മോനെ പോലെ തന്നെയാ അഞ്ജുവും. അവൾക്ക് ആർജിയായിട്ട് വർക്ക് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെയാ അവൾ റെഡ് എഫ് വർക്ക് ചെയ്യുന്നത്. അവൾ പാഷനായി കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതങ്ങനെയൊക്കെ സംഭവിച്ചു. സാരമില്ല, ഏതായാലും ഇപ്പോഴല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അവൾ വിചാരിച്ച പോലെ വേറെ എവിടെയാണെങ്കിലും ആർജിയായിട്ട് കയറാൻ പറ്റട്ടെ. എനിക്കറിയാം അവൾ ആകാശിൻ്റെ കമ്പനിയിൽ ഇഷ്ടമല്ലാതെയാ വർക്ക് ചെയ്യുന്നതെന്ന്. ഈശ്വര, ഞാൻ കാരണമാണല്ലോ. ഞാൻ എന്ത് പണിയാ കാണിച്ചേ? അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മതി മതി, കുറെ നേരമല്ലേ സംസാരിക്കുന്നു. വാ, ഡിന്നർ കഴിക്കാം, എന്നിട്ട് പോയി കിടക്ക എല്ലാരും. അല്ല, ഇതെന്താ നിങ്ങൾ പറയാതെ വന്നേ? സർപ്രൈസ് ആയി പോയല്ലോ. ഒന്നും പറയേണ്ട നന്ദു, കുറച്ച് ദിവസമായിട്ട് മോളെ കാണാൻ വരാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അമ്മയോടും ലച്ചുനോടും പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ രണ്ടും എനിക്കൊരു സുഖം തന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു. അത് പിന്നെ എങ്ങനെയാണെന്തോ, 3-4 മാസമായില്ലേ കൊച്ചിനെ കണ്ടിട്ട്. ഇവനോട് പോവാന്ന് പറഞ്ഞ് അവൻ ഒടുക്കത്തെ ബിസി. പിന്നെ ഇപ്പഴാ അവനൊന്ന് അവൻ പറഞ്ഞപ്പോ പിന്നെ പിടിച്ച പിടിയാലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതെ അതെ, ഈ 3-4 മാസത്തിനിടയില് ഞാനും അമ്മയും മാറി മാറി പറഞ്ഞതാ, കേൾക്കണ്ടേ? പിന്നെ മോളെ, മോക്ക് വേണ്ട എല്ലാതും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം അമ്മ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ മോളുടെ അച്ഛമ്മയും കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് പോരുവാന്ന് പറഞ്ഞപ്പോ ഒക്കെ കഴിക്കണേ. അയ്യോ, അമ്മ എന്തിനാ ഇതൊക്കെ ബുദ്ധിമുട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നേ? അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഒന്ന് പോവച്ചേ, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? മോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം കഴിക്കണം. അച്ചപ്പം, മുറുക്ക് എല്ലാം. മോക്ക് ഉണ്ണിയപ്പം ഇഷ്ടല്ലേ? അത് മോളുടെ അച്ഛമ്മയാ പറഞ്ഞേ. ആ അമ്മ, ഞാൻ കഴിച്ചോളാം. അഞ്ജു, നമ്മുടെ കണ്ണനെവിടെ? ഇവിടെ ഇല്ലേ? ഇല്ല ചെറിയച്ച, പുറത്തു പോയതാ. ഞാൻ വിളിക്കാം. മോളെ വിളിക്കൊന്നും വേണ്ട, അവൻ വരുമ്പോ വരട്ടെ. വല്ല പ്രാക്ടീസിലോ മറ്റോ ആയിരിക്കും. അല്ല, നമ്മുടെ ജൂനിയറുടെ വിശേഷം എന്താ? മോക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ?
ഇല്ല അങ്കിൾ, ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില സമയത്താണെങ്കിലോ അതിനകത്ത് യുദ്ധാണെന്ന് തോന്നും. ആ, അതങ്ങനെ വരും മോളെ. കണ്ണന്റെ അല്ലേ ബാക്കി. എന്നാ നിങ്ങളെല്ലാരും പോയി റെസ്റ്റ് എടുത്തോ. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, ക്ഷീണം കാണും. അത് മോള് പറഞ്ഞ ശരിയാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇത്ര നേരം ഇരുന്നിട്ടേ എന്റെ കാലൊക്കെ കഴക്കുന്നു. ഞാൻ പോയി കിടക്കട്ടെ, നാളെ തന്നെ പോവാനുള്ളതല്ലേ. അയ്യോ, അതെന്താ നിങ്ങൾ നാളെ തന്നെ പോവാണോ? എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ, ഒരു 2-3 ദിവസം നിന്നൂടെ? ആഗ്രഹമില്ലാത്തോണ്ടല്ല മോളെ, ഇവിടെ ഒരു ഇതിന് പറ്റണ്ടേ. മഹിക്ക് അവിടെ വീട്ടിൽ കിടന്നാലേ ഉറക്കം വരും, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഹാ, സാരമില്ലെന്നേ. ഇനി ഡെലിവറി അടുപ്പിച്ച് എന്തായാലും ഇങ്ങോട്ട് വരാം. അപ്പൊ കുറച്ച് ദിവസം നിക്കാലോ. എന്നാ അമ്മ പോയി കിടന്നോ. അച്ഛമ്മ എന്തിനാ വിളിച്ചേ? ഏതെങ്കിലും കുടിക്കാൻ വേണോ? വെള്ളം കൊണ്ടുവരണോ? എന്റെ പൊന്നു പൊന്നെ, എനിക്കിപ്പോ ഒന്നും വേണ്ട. ഞാൻ മോളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാ വിളിച്ചേ. വാ, ഇവിടെ ഇരിക്ക്. മോളെ, ഞാൻ ചോദിക്കാൻ പോകുന്ന എന്താന്ന് ഊഹിക്കാലോ. കണ്ണനിപ്പൊ എങ്ങനെയാ? നിങ്ങൾ തമ്മില് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്താ മോളെ, ഒന്നും മിണ്ടാതിരിക്കല്ലേ. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാലോ. അത് പിന്നെ ഞങ്ങൾക്കിടയിലിപ്പോ അവന് പ്രശ്നമൊന്നുമില്ല അച്ഛമ്മ. ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി തന്നെയാ ജീവിക്കുന്നത്. അതെനിക്കറിയാലോ. നിങ്ങൾക്കിടയിൽ ആദ്യവും പറയത്തക്ക പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മനസ്സുകൊണ്ട് അംഗീകരിച്ച് ജീവിക്കാൻ തുടങ്ങിയോന്നാ. ഇല്ല അല്ലേ? അതാണ് മോളുടെ ഈ മൗനം. സാരല്ല, സമയമുണ്ടല്ലോ. എന്നിട്ടും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അച്ഛമ്മ പറഞ്ഞ വാക്ക് അച്ഛമ്മ പാലിച്ചിരിക്കും. മോക്ക് ഈ ബന്ധം വേണ്ടെന്നാണെങ്കിൽ നോ, അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല അച്ഛമ്മേ. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. വേണ്ട മോളെ, മോള് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, എനിക്കറിയാലോ. പക്ഷേ ഞാൻ അച്ഛമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. സത്യമായിട്ടും എനിക്ക് കണ്ണനെ ഇഷ്ടമാണ്, അതുപോലെ കണ്ണൻ എന്നെ ഇഷ്ടം. ഞങ്ങളിപ്പോ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഈശ്വര, ഇത് സത്യമാണോ മോളെ? അതെ, സത്യമാ. അച്ഛമ്മയുടെ കണ്ണനെ എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്കിനി ഒരു ദിവസം പോലും കണ്ണനില്ലാതെ പറ്റില്ല. എന്റെ കൃഷ്ണ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ. സന്തോഷായി, ഒരുപാട് സന്തോഷായി. കണ്ണൻ എങ്ങനെയാ മോളെ? മോളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നില്ലേ? അതോ ഇപ്പോഴും താന്തോന്നിത്തരം കാണിച്ച് നടക്കുവാണോ? ഉഴപ്പുന്നുണ്ടോ നിന്റെ കാര്യത്തില്? ഏയ്, എന്റെ കാര്യത്തില് എന്നേക്കാളേറെ ശ്രദ്ധയാ കണ്ണന്. എനിക്ക് ഫുഡ് കൊണ്ടുതരാനും മെഡിസിൻ കഴിപ്പിക്കാനും എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല മോളെ. എന്റെ കണ്ണൻ തന്നെയാണോ ഇതൊക്കെ? അവന്റെ കുട്ടിക്കളിയൊക്കെ മാറി മോളുടെ കാര്യത്തില് നല്ല ശ്രദ്ധയാ അല്ലേ? സന്തോഷായി. ഞാൻ പറഞ്ഞില്ലേ മോളോട്, മോളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. എന്നാ ശരി, മോള് ചെല്ല്, പോയി കിടന്നോ. മോളെ കണ്ടിട്ട് എന്തോ ക്ഷീണമുള്ള പോലെ. ആ, നീ വന്നോ? ഇപ്പോഴാണോടെ കേറി വരുന്നേ? സമയം എത്രയായി? അമ്മ ഇതിപ്പോ വന്നോ? അത് ശരി, നിങ്ങൾ എല്ലാരും വന്നോ? എപ്പോ എത്തി? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെ നീ അറിയാനാ? ഞങ്ങൾ എപ്പോ വന്നാലും നീ ഇവിടെ കാണില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞാല് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് അമ്മ, അതിന്റെ പ്രാക്ടീസിലായിരുന്നു. നിങ്ങൾ എപ്പോഴാ എത്തിയേ? നിന്റെ ഒരു പ്രോഗ്രാമും പാട്ടും കൂത്തും എനിക്കൊന്നും കേൾക്കണ്ട. ഞങ്ങള് രാവിലെ ഒരു 10-10:30 എന്നിട്ട് അച്ഛനും അച്ഛമ്മയും എവിടെ? അവര് വന്നില്ലേ? അച്ഛനും അച്ഛമ്മയൊക്കെ കിടന്നു. ഈ സമയത്താണ് കണ്ണ കയറി വരുന്നത്.
സമയം എത്രയായി? 10 കഴിഞ്ഞു. നിനക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? അയ്യോ, ഇന്ന് നേരം പോയത് അറിഞ്ഞതേ ഇല്ല. എന്നിട്ട് അഞ്ചു എവിടെ? അവള് വല്ലതും കഴിച്ചോ? അവള് മെഡിസിൻ എടുത്തോ? ഓ അത് ശരി, ഇപ്പോഴെങ്കിലും എന്റെ പൊന്നുമോന് അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ചെല്ലെ, പോയി ചോദിച്ചു നോക്ക്. എന്നോടാണ് അതൊക്കെ ചോദിക്കുന്നേ? ഓ ഈ അമ്മ. ശരി, ഞാൻ തന്നെ പോയി ചോദിച്ചോളാം. അമ്മ ഒന്ന് മാറിന്നേ. അഞ്ജു, അഞ്ജു ഉറങ്ങിയോ? സോറി, ഞാനിന്ന് കുറച്ച് ലേറ്റായി പോയി. നീ ഭക്ഷണം വല്ലതും കഴിച്ചോ? മെഡിസിൻ കഴിച്ചോ? ആ, ഞാൻ കഴിച്ചു. അമ്മ തന്നായിരുന്നു. എന്താ ഇത്ര ലേറ്റായ? ഒന്നും പറയണ്ട, ഇന്ന് ഫുൾ ടൈം പ്രാക്ടീസ് ആയിരുന്നു. സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ഓ, താൻ ഫുഡ് കഴിച്ചോ? ഇല്ലെങ്കിൽ എടുത്തു തരാം. എവിടെ, ഫുഡൊന്നും കഴിച്ചില്ല. താൻ എടുത്തുതരുന്നു വേണ്ട, താൻ കിടന്നു. അമ്മയുണ്ടല്ലോ. അല്ല, അവര് വന്ന എന്താ നീ എന്നോട് പറയാഞ്ഞേ? അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ വരില്ലായിരുന്നു. ഞാൻ വിളിക്കാൻ നിന്നതാ, അപ്പൊ ചെറിയച്ചൻ പറഞ്ഞു വിളിക്കണ്ടെന്ന്. ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നല്ലോ, കണ്ടില്ലേ? ഇല്ല, ഞാനിന്ന് ഫോണിൽ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാ ശരി, താൻ കിടന്നു. ഞാൻ ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ? വാവേ, സോറി കേട്ടോ, പപ്പ ഇന്ന് ലേറ്റായി. എന്ത് ചെയ്യാനാ, ഒരുപാട് ബിസി ആയിരുന്നു. പപ്പക്ക് പ്രോഗ്രാമൊക്കെ ഉള്ളതല്ലേ. സോറി കേട്ടോ. എന്തായാലും എൻ്റെ പൊന്നിപ്പോ കിടന്ന് ഉറങ്ങ്. പപ്പ ഇപ്പൊ വരാവേ. ശരിയെന്നാ, നീ കിടന്നോ. ഗുഡ് നൈറ്റ്. കണ്ണാ, മോനെ, എന്തൊക്കെയാ നിന്റെ വിശേഷം? സുഖമല്ല നിനക്ക്? ഇന്നലെ നീ എപ്പോഴാ വന്നേ? ലേറ്റ് ആയോ? എന്ത് വിശേഷം ചുമ്മാ, പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അതാ ഞാൻ ഇന്നലെ ലേറ്റായേ. ഞാൻ വന്നപ്പോ അച്ഛമ്മ കിടന്നിട്ടുണ്ടായിരുന്നു. ഹാ, അതെനിക്ക് മനസ്സിലായി. അച്ഛമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഹാ മോനെ, ഞാൻ കഴിച്ചു. നീ കഴിക്ക്. അഞ്ജു, മോള് കഴിച്ചില്ലായിരുന്നോ ഭക്ഷണം? ഹാ, ഞാൻ കഴിച്ചായിരുന്നു അച്ഛമ്മ. മോളെ, അഞ്ജു, ഞാനൊരു കാര്യം ചോദിക്കണം വിചാരിച്ചിരുന്നു. മോളാണോ റെഡ് എഫ് വർക്ക് ചെയ്തിരുന്ന RJ അഞ്ജലി? അതെ. അച്ഛമ്മക്ക് അറിയില്ലായിരുന്നു? ഇല്ല മോളെ, ജാനിക്ക് വിളിച്ചപ്പോഴാ ഞാൻ ഇത് അറിഞ്ഞേ. അവളാ എന്നോട് പറഞ്ഞേ നീ എന്തോ ഇങ്ങനെ FM എന്തോ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അതാ ഞാൻ ചോദിച്ചേ. എന്റെ ഈശ്വര, അത് മോളായിരുന്നോ? എനിക്ക് മോളുടെ പ്രോഗ്രാംസ് ഒക്കെ എന്ത് ഇഷ്ടാന്നറിയോ? രാവിലെ മോളുടെ പ്രോഗ്രാം കേൾക്കാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലായിരുന്നു. പെട്ടെന്ന് എന്താ മോള് അന്ന് അത് നിർത്തിപ്പോയേ? എന്തു പറ്റി മോളെ? അതേപറ്റി ഒന്നും പറയാത്ത അമ്മേ നല്ലത്. അവളുടെ ആ പണി ഏതൊരുത്തൻ കാരണം പോയി. അയ്യോ, അതെങ്ങനെ? പണി പോയെന്നോ? എന്തു പറ്റിയതാ? ഏതോ ഇവരെല്ലാത്ത വിളിച്ച് മോളോട് എന്തൊക്കെയോ പറഞ്ഞ് ചൂടാക്കി. മോളാണെങ്കിൽ ഒന്നും കേട്ടു നിൽക്കുന്ന പ്രകൃതല്ല. അപ്പൊ മോളും തിരിച്ചു പറഞ്ഞു. അത് പിന്നെ ആകെ പ്രശ്നമായി. ഒക്കെ ലൈവായിട്ട് കേൾക്കുമല്ലായിരുന്നോ? അങ്ങനെ മോളോട് സോറി പറയാൻ പറഞ്ഞു. മോളും വിട്ടുകൊടുത്തില്ല. മോക്ക് നല്ല സെൽഫ് റെസ്പെക്റ്റ് ആയി കാര്യത്തിലൊക്കെ. അങ്ങനെ പിന്നെ ആ ജോലി വേണ്ടാന്ന് വെച്ചു. അയ്യോ, കഷ്ടമായി പോലോ. ഏത് ബുദ്ധിയില്ലാത്തവനാ ഇത് ചെയ്തേ? എന്തായാലും സാരല്ല മോളെ. മോളുടെ പ്രോഗ്രാംസ് ഒക്കെ നല്ല രസമായിരുന്നു. എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു എന്നറിയോ? കണ്ണാ,
നിനക്ക് ഓർമ്മയില്ലേ അന്ന് അവസാനമായിട്ട് ഞാനും നീയും കൂടിയാ കേട്ടത്. അതിനുശേഷം മോളുടെ പ്രോഗ്രാംസ് ഒന്നും വന്നിട്ടില്ല. ഈശ്വര, അന്ന് ഞാനത് കേട്ടത് കൊണ്ടാ ഇന്ന് അവളുടെ പണി പോവാൻ കാരണമെന്ന് ഇവരൊക്കെ അറിഞ്ഞ. എന്താ കണ്ണ നീ ഒന്നും മിണ്ടാത്ത? നിനക്ക് ഓർമ്മയില്ലേ? ആ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛമ്മേ. എന്നാലും ഏത് വിവരമില്ലാത്തവനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ആരായിരിക്കും അത്? ആരാ എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇനി പറഞ്ഞാലും എന്ത് ചെയ്യാനാ? അത് കഴിഞ്ഞത് കഴിഞ്ഞു, മാസങ്ങളായി. പക്ഷെ ഒരു സങ്കടം എന്ന് വെച്ചാ അഞ്ജുന് ഇഷ്ടമായിരുന്നു ആ ജോബ്, അവളുടെ പാഷനായിരുന്നു. അതാ ആ ജോലി പോയപ്പോ അവൾക്ക് നല്ല വിഷമായി. അമ്മ അതേപറ്റി സംസാരിക്കണ്ട ഇനി പ്ലീസ്. അവക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയില്ലാണ്ടിരിക്കും? എന്താപ്പം ഞാൻ ചെയ്യാ? അവളിതൊരിക്കലും അറിയാൻ പാടില്ല. അല്ലെങ്കിൽ അവൾ അറിയുന്നതിന് മുന്നേ അവക്ക് ആ ജോലി തന്നെ എങ്ങനെയല്ലോ ശരിയാക്കി കൊടുത്താൽ പ്രശ്നം കാണില്ല. ഇവളെന്താ കുറെ നേരമല്ലോ മിണ്ടാതിരിക്കുന്നു? എന്താ ഇത്ര ആലോചിക്കുന്നേ? അഞ്ജു, അഞ്ജു, നീ എന്താ ഈ ആലോചിക്കുന്നേ? കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഓരോന്ന്. അത് ഞാൻ വിശ്വസിക്കൂല. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ മാത്രം വിശ്വസിക്കാൻ പൊട്ടത്തിയല്ല ഞാൻ. എന്തോ ഉണ്ട്. എന്താടാ, നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ. എന്താ കാര്യം? ഇല്ലടാ, ഒന്നുമില്ലെന്നേ. പിന്നെന്താ നീ ഇത്ര നേരം ആലോചിച്ച്? നീ എന്നോട് എന്തിനാ കള്ളം പറയുന്നേ? ഇനി കാർത്തിയായിട്ട് ഉടക്കിയോ? അതാണ് ഈ മൂഡ് ഓഫിന് കാരണം? കാർത്തിയായിട്ട് എന്തുടക്ക്? പിന്നെന്താ നിന്റെ ഈ മൂഡ് ഓഫിന് കാരണം? അത് പറയും. ഞാൻ എൻ്റെ ജോബ് പോയ കാര്യമൊക്കെ ഒന്ന് ഓർത്തതായിരുന്നു, അന്നത്തെ ഇൻസിഡന്റ്. അതെന്തിനാ നീ ഇപ്പൊ ഓർക്കുന്നേ? അത് കഴിഞ്ഞിട്ട് എത്ര മാസങ്ങളായി? പോയത് പോയില്ലേ, ഇനിയിപ്പോ എന്താ? അറിയാടി, ഞാനങ്ങനെ അതേപറ്റി ഓർക്കാറൊന്നുമില്ല, വിട്ടതാ. പിന്നെ ഇന്ന് അച്ഛമ്മ വന്ന് ഞാൻ FM-ല് വർക്ക് ചെയ്തല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ അങ്ങനെ ബാക്കിലോട്ടൊന്ന് ആലോചിച്ചതാ. ഓ, അപ്പച്ചിയൊക്കെ വന്നിരുന്നോ? എന്നിട്ട് എപ്പോഴാ പോയേ? അവര് ഇന്ന് ഉച്ച കഴിഞ്ഞ് പോയി. അത് ശരി. അല്ല, ആന്റി അങ്കിളില്ലേ അവിടെ? അവരുണ്ടെന്നല്ല നീ പറഞ്ഞേ? അവരെ കണ്ടില്ലല്ലോ. അവര് പുറത്തു പോയതാ, ഇപ്പൊ വരും. എന്നിട്ടിപ്പോ നിന്റെ പ്രശ്നം എന്താ? നിന്റെ ആ ജോബ് പോയ ഇൻസിഡന്റ് നിനക്ക് ഓർമ്മ വന്നു, അതാണോ? എടി, അത് നിനക്കറിയാവുന്നതല്ലേ, എനിക്ക് ആ ജോബ് എത്ര പ്രിയപ്പെട്ടതാന്ന്. അപ്പോ പെട്ടെന്ന് ഓർത്തപ്പോ സങ്കടം വന്നു. അതേപറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. എന്നാ എന്താ പൊന്നുമോളോ, ഇപ്പൊ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. നീ ഒറ്റക്കല്ല, വയറ്റിലൊരു കൊച്ചുള്ളതാ, അത് മറക്കണ്ട നീ. അത് പറഞ്ഞപ്പോഴാ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോടി? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലടി. ഇപ്പോ നീയാ ശ്രദ്ധിക്കേണ്ടത്. നിനക്കാ ബുദ്ധിമുട്ട്. നിന്റെ വയറ്റിലും ഒരാളുള്ളതാ, അത് മറക്കണ്ട. ഓ, നിന്നെ പോലെ ഒന്നുമല്ലടി. ദൈവം സഹായിച്ച് എനിക്കിപ്പോ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്റെ കുഞ്ഞ് എന്നെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കുന്നില്ല. ഒരു വൊമിറ്റിംഗ് പോലും ഇല്ല. ചില ആളുകൾക്ക് അങ്ങനെയാവും. എന്തായാലും എന്റെ വാവ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അല്ലേടാ? അത് കാണും. അകത്ത് കിടക്കുന്നത് നിന്റെ മാത്രല്ലല്ലോ, കണ്ണന്റെ കൂടെ അല്ലേ. അത് കാണിക്കാതിരിക്കില്ല. എങ്ങനെ പോകുന്നു കണ്ണ നിന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ? അങ്ങനെ പോകുന്നു. മറ്റന്നാ ഒരു പ്രോഗ്രാം ഉണ്ട്. അഞ്ജുവിന് ഇപ്പൊ എങ്ങനെയുണ്ട്? അവക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. ഈ മാസത്തെ ചെക്കപ്പ് കഴിഞ്ഞു, ഇനി അടുത്ത മാസം കാണിക്കണം. നിങ്ങൾ തമ്മിലിപ്പോൾ എങ്ങനെയാ, സെറ്റല്ലേ? പ്രീതി പറഞ്ഞ് ഞാൻ അറിയാറുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് എന്താടാ അവിടെ ഒരു ബട്ട്? എന്തോ ഉണ്ടല്ലോ. അല്ലെങ്കിൽ അവരുടെ കൂടെ പോകാൻ നിന്ന് തന്നെ നീ ഇവിടെ പിടിച്ചു വെക്കില്ലായിരുന്നല്ലോ. എന്താണ് സംഭവം? അതെ, എന്തോ ഉണ്ട്. അതുകൊണ്ടാണല്ലോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താടാ കാര്യം? അത് എനിക്ക് പറയാനുണ്ട്.
എനിക്കിപ്പോൾ പേടിയാവാ. കാര്യം കുറച്ച് സീരിയസാ. ആ കാരണം കൊണ്ട് ഞാനും അഞ്ചും പിരിയോന്ന് വരെ എനിക്ക് പേടിയുണ്ട്. അതെന്താടാ, നിങ്ങൾ പിരിയാൻ മാത്രമുള്ള എന്ത് കാര്യമാ? അങ്ങനെയൊന്നും സംഭവിച്ചതായിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്താ പ്രശ്നം? അതെ, നിങ്ങൾ തമ്മിലിപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നല്ലേ നീ പറഞ്ഞേ. പിന്നെന്താ? നീ എന്റെ കണ്ണൊന്നും മിണ്ടാത്തേ കുറെ നേരമായല്ലോ. നീ ആ വാ തുറന്ന് വല്ലതും പറഞ്ഞാലല്ലേ ഞങ്ങക്ക് മനസ്സിലാവൂ. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആർച്ചാഞ്ചലിയെ അറിയോ? നീയിപ്പോ എന്താ ആർച്ചാഞ്ചലിയെ പറ്റിയൊക്കെ ചോദിക്കുന്നേ? ആർച്ചാഞ്ചലി അന്ന് നീ ആ കുട്ടിയെ കുറിച്ചാണോ പറയുന്നേ? അതെ, അവളെ പറ്റി തന്നെയാ പറയുന്നത്. വെയിറ്റ്, ഈ ആർച്ചാഞ്ചലി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ അഞ്ജുവിനെ പറ്റി തന്നെയല്ലേ നിങ്ങൾ പറയുന്നേ? ഹേയ് നോ, നമ്മുടെ അഞ്ജു അല്ല. അത് റെഡ് എഫ്എമ്മിൽ വർക്ക് ചെയ്ത ആർച്ചാഞ്ചലി ഇല്ലേ, അവളെ പറ്റിയാ പറയുന്നേ. നമ്മുടെ അഞ്ജു ആർച്ചിയൊന്നും അല്ലല്ലോ. ഹരിയങ്കൾ എന്തൊക്കെയാ പറയുന്നേ? അഞ്ജു റെഡ് എഫ്എമ്മിൽ വർക്ക് ചെയ്തല്ലേ, അവളല്ല ആർച്ചാഞ്ചലി. നിങ്ങൾക്കാർക്കും ഇത് അറിയില്ലേ? വാട്ട്? അഞ്ജു ആണോ ആർച്ചാഞ്ചലി? എൻ്റെ ഈശ്വര. അതെ, അതിന് അങ്കിൾ എന്തിനാ പാനിക് ആവുന്നേ? അതിന് മാത്രം എന്താ ഇപ്പൊ ഇതിലുള്ളേ? അതൊക്കെ ഉണ്ട് ആകാശ, നിനക്കത് അറിയാത്തോണ്ടാ. കണ്ണാ, നീ എപ്പോഴാ ഇതറിഞ്ഞേ? ഒരു 1 വീക്കായി ഞാൻ അറിഞ്ഞിട്ട്. അതറിഞ്ഞപ്പോ തൊട്ട് എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന്. പ്രീതി, നീ എങ്ങനെയാ വന്നേ? ഒറ്റക്കാണോ വന്നേ? അല്ലടി, ഈ സമയത്ത് ഞാൻ എങ്ങനെയാ ഒറ്റക്ക് വരുന്നേ? ആകാശേട്ടൻ കൂടെയുണ്ട്. ആണോ? എന്നിട്ട് എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ആ, അവിടെ കാർത്തിയുടെ കൂടെ കാണും. വാ, നമുക്ക് താഴോട്ട് പോവാം. അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തറിഞ്ഞു? അതിനെന്തിനാ പേടിക്കുന്നേ? എന്താ കാര്യം? അത് പിന്നെ ആകാശേട്ടനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. എന്താ കാര്യം? അത് പറയേ. അത് ആകാശേട്ടനെ അറിയോ? അഞ്ജലിയുടെ എഫ്എമ്മിലെ ജോലി പോയത് എങ്ങനെയാണെന്ന്? ഹാ, അറിയാലോ. ഏതോ ഒരുത്തൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് ആകെ സീനാക്കിയതല്ലേ. അഞ്ചും വിട്ടുകൊടുത്തില്ല. അങ്ങനെ പ്രശ്നമായി, അവളുടെ ജോലി പോയി. അതെ, അന്ന് അവളെ വിളിച്ചത് ഞാനായിരുന്നു. ഞാൻ കാരണം അവളുടെ ജോലി പോയി. വാട്ട്? കണ്ണ, നീയോ? നീ എന്തിനാ അഞ്ജുനെ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞേ? അതങ്ങനെയൊക്കെ അന്ന് പറ്റിപ്പോയി. അവളുടെ പണി പോകുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല. അവളോടുള്ള ദേഷ്യം കൊണ്ട് അവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്നേ വിചാരിച്ചുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതെങ്ങാനും അവൾ അറിഞ്ഞ. ആകാശേട്ടാ, ഇതറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വല്ലാത്തൊരു നെഗറ്റീവ് ഫീലാ. ഇതൊരിക്കലും അഞ്ചു അറിയാൻ പാടില്ല. അറിഞ്ഞ അവൾ പിന്നെ എൻ്റെ കൂടെ നിൽക്കില്ല, എനിക്ക് ഉറപ്പാ. കണ്ണാ, ഈശ്വര, അഞ്ചു അല്ല നിൽക്കുന്നേ. അവളെല്ലാം കേട്ടു. ഇനി എന്ത് ചെയ്യും? കണ്ണാ, നീ ചെയ്തത് തെറ്റാ. അത് അഞ്ചു അല്ലെങ്കിൽ കൂടി ആരോടാണെങ്കിലും നീ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അഞ്ജുവിനെ നിനക്കറിയാലോ. അവളിതറിഞ്ഞ. നോ, ഞാനതിനൊരിക്കലും സമ്മതിക്കില്ല. അവളിതൊരിക്കലും അറിയാനും പോകുന്നില്ല. ഇത് നമുക്ക് 3 പേർക്ക് മാത്രമേ അറിയൂ ഞാൻ അവളെ വിളിച്ചതെന്ന്. അവൾ ഒരിക്കലും ഇത് അറിയാൻ പോകുന്നില്ല, നമ്മൾ 3 പേരും പറയാതെ. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റോ കണ്ണ? നിങ്ങൾ 3 പേർക്കല്ല, ഞങ്ങൾ 2 പേരെയും കൂട്ടി 5 പേർക്ക് അതറിയാം. ഈശ്വര, അഞ്ജു അവളവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവളെല്ലാം അറിഞ്ഞു കാണില്ലേ ഞാൻ പറഞ്ഞതൊക്കെ?
പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ അവൾ കേട്ടു.